ഇപ്പോൾ കിടക്കുന്ന വയറിംഗ് എല്ലാം അതേപോലെ തന്നെ എഴുതിയെടുക്കുക, ഫോട്ടോ എടുക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതിനകത്ത് ആദ്യം ഡി എന്ന് പറയുന്ന ടെർമിനലിൽ കിടക്കുന്ന എല്ലാം CT യുടെ ടെർമിനലാണ്. ഓക്കെ, പുതിയ മീറ്ററിൽ ഇത് 2 ലെയറായിട്ടാണ്. മറ്റൊരു മീറ്റർ എടുത്ത് തുറക്കണം. ഞാനിത് കവറൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കും. ഇതിന് ലോക്കൊന്നും ഇല്ല. പുതിയ മീറ്ററിനെ ജസ്റ്റ് അയച്ചിട്ട് ഇത് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മീറ്ററിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുമിച്ചാണ് CTയും PTയും ടെർമിനലും ഒരുമിച്ചാണ്. കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യുന്നതിനുള്ള കൺഫ്യൂഷനാണ്. ഇത് അങ്ങനത്തെ കൺഫ്യൂഷൻ വരത്തില്ല. ഇത് 2 ലെയറായിട്ടാണ്. ഏറ്റവും മേളത്തെ ലെയർ എന്ന് പറഞ്ഞാൽ PT-യുടെ ആണ്, താഴത്തെ ലെയറാണ് CT. അപ്പോൾ ഈ രീതിയിലല്ല വയറിങ് വരുന്നത്. അപ്പോൾ വയറിങ് വരുമ്പം E എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം മേളി വരണം. ആദ്യത്തെ വരുന്ന R, Y, B, ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അഴിച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിൽ പാറ്റേൺ അല്ല ഈ പാറ്റേൺ. ഇവിടെ കുഴികളിൽ എണ്ണം കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ താഴെ എടുത്ത് കണക്ട് ചെയ്യരുത്. മേളത്തെ പോർഷനാണ് PT-യുടെ ടെർമിനൽ, താഴത്തെ പോർഷനാണ് CT-യുടെ ടെർമിനൽ. ആദ്യത്തെ 2 എണ്ണം ഇതാണ് മെയിൻ R ഫേസിൻ്റെ. അത് ഈ ട്രയാങ്കിൾ ഷേപ്പ് അങ്ങ് എടുത്താൽ മതി. R-ന്റെ PT മേളി, R-ന്റെ CT-യുടെ വയറിങ്. മെയിൻ 1 ഇവിടെ ഇവിടെ കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, ലോഡിലേക്ക് പോകണം. മെയിനിൽ വരുന്നത് സാധനം ലോഡിലേക്ക് പോകണം. അതേപോലെ തന്നെ അടുത്ത എടുത്തു കഴിഞ്ഞാൽ വൈഡ് വരും. അവിടുത്തെ മെയിൻ 2 എന്ന് പറയുന്ന സാധനം മെയിൻ 1 ഇവിടെ വന്ന് കയറണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ടെർമിനലിൽ എന്താണോ ആദ്യം വന്ന് കയറുന്നത് അതാണ് മെയിൻ M എന്ന് പറയുന്നത്. D എന്ന് പറയുന്ന ടെർമിനലിൽ ആദ്യം എന്താണ് കിടക്കുന്നത് അത് D13 ആണ് ഇവിടെ വന്ന് കയറുന്നെങ്കിൽ ആ D13 ആയിരിക്കണം ME വന്ന് കയറേണ്ടത്. D15 എന്ന് പറയുന്ന സാധനമാണ് ഇറങ്ങി പോകുന്നത്. ആ D15 ഇവിടെ വന്ന് കയറണം. E എന്ന് പറയുന്ന ടെർമിനൽ ഇതിന്റെ മേളിലും വരണം. ഓക്കെ, അത് മാറിപ്പോകല്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. ഇതിനകത്ത് കിടക്കുന്ന പാറ്റേൺ അല്ല ഇതിനകത്ത് വരുന്നത്. E എന്ന് പറയുന്ന ടെർമിനലെല്ലാം മേളിൽ വരണം. അത് പാറ്റേൺ RYB ന്യൂട്രൽ. ഓക്കെ, അതേപോലെ തന്നെ CT-യുടെ ടെർമിനലിൽ എന്താണോ ഇവിടെ വരുന്നത് ഇൻകമിങ് വരുന്നത്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇവിടെ ഇതിനകത്ത് എങ്ങനെയാണോ വയറിംഗ് കിടക്കുന്നത് ഇതേ രീതിയിൽ തന്നെ വയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടെർമിനലിൽ D13 ആണ് വന്ന് കയറണമെങ്കിൽ ആ D13 തന്നെ ആയിരിക്കണം ഇവിടെ വന്ന് M1 വന്ന് കയറേണ്ടത്. എന്താണോ ഇറങ്ങി പോകുന്നത് മൂന്നാമത്തെ ഈ മീറ്ററിലാണെങ്കിൽ ഒന്നാമത്തെ ടെർമിനലിൽ CT വന്ന് കയറി മൂന്നാമത്തെ ടെർമിനൽ വഴി ഇറങ്ങി പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ടെർമിനലിൽ കിടക്കുന്ന വയർ L1 വന്ന് കയറുക. ഓക്കെ, നടുക്ക് വരുന്ന E എന്ന് പറയുന്ന ടെർമിനലുള്ളത് PT മേളിൽ വന്ന് കയറുക. ഓക്കെ, അടുത്ത അതേപോലെ 3 വയർ എടുക്കുക. D33 ഇവിടെ വന്ന് കയറുന്നു. E എന്ന് പറയുന്നത് തൊട്ട് മേളിൽ വന്ന് കയറുന്നു. D35 തൊട്ട് അടുത്ത ടെർമിനൽ. അതേപോലെ മൂന്നാമത്തതും ടെർമിനൽ ചെയ്യുന്നത്. ന്യൂട്രൽ മാത്രം ഇവിടെ, ഈ 2 ടെർമിനൽ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ വയറിംഗ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിന് ശേഷം ഇപ്പം വയറിംഗ് ഇത് സ്കീം കാണിച്ചു, നിലവിലുള്ള സാധനം എഴുതിയെടുത്തു. ഇനി നമുക്കിത് വയർ അടിക്കാം. നിലവില് എല്ലാ മീറ്ററിലും ഇതേ കണക്ക് ഒരു ഇന്റർനെറ്റിന്റെ ഒരു സാധനം കിടപ്പുണ്ട്. ആർട്ടിഡാസോ പല സ്കീമില് പല മോഡ് പല റീഡിങ്ങും കിട്ടാനുള്ള സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഈ മീറ്ററിൽ ഇല്ല, ഫെസിലിറ്റി ഇല്ല. ആ വയർ അയച്ചിടുക എന്നുള്ളത് നിലവിൽ നിവർത്തിയുള്ളൂ. അപ്പോൾ പലയിടത്തും സബ്സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ഒരു മോഡം വെച്ചൊക്കെ എയർടെലിന്റെ ഒരു മോഡ് കറുത്ത മോഡൊക്കെ ഇവിടെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു കറുത്തൊരു മോഡൊക്കെ ഇരിപ്പോൾ ചെറിയൊരു 4 പോലെ വയറൊക്കെ ഉണ്ട്. അതൊന്നും സത്യം പറഞ്ഞാൽ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇനിയില്ല. ഓക്കെ, അപ്പോൾ ആ പ്രോജക്റ്റിലേക്ക് വന്ന സാധനങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് എല്ലാ IT-കാരെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, അവരത് മാനേജ് ചെയ്തോളായിരിക്കും. അപ്പോൾ അതൊന്നും നിലവിൽ തിരിച്ച് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇല്ല. ഓക്കെ, നമ്മുടെ മാത്രം മീറ്ററിലേക്ക് വരുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുക. മറ്റേ സാധനത്തിന്റെ സാധനം എന്താണെന്ന് വെച്ചാൽ പോർട്ട് വായിച്ചിടുക, വേറെ നിവൃത്തിയൊന്നുമില്ല. ഓക്കെ, സാർ സീറ്റ് മാറാനും പറ്റത്തില്ല.
ഫോട്ടോ ആണോ? ഇപ്പം നമ്മൾ ടെർമിനലെല്ലാം റിലീസ് ചെയ്തു. ഇനി മീറ്റർ നമുക്ക് അയച്ചെടുക്കാം. അതേപോലെ ഇനി സബ്സ്റ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും പുതിയ മീറ്റർ വെക്കുക ഒരു 10 വർഷത്തേക്കുള്ള വാറണ്ടിയിലൊക്കെയാണ് ഈ സാധനമൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യും. ഇപ്പോൾ ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. കാരണം ലെഗ് പോലും മേടിക്കാൻ ലെഗ് ഇല്ലാത്തതാണ്. ദയവ് ചെയ്ത് ലെഗ് അടിച്ചിട്ട് ചെയ്യുക. കാരണം അതുപോലെ നമുക്ക് അടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്ത രീതിയിൽ ചെയ്യരുത്. കാരണം എല്ലായിടത്തും പോകുമ്പോൾ ഈ വയറ് തിരിച്ച് 3-4 വയറൊക്കെ പിരിച്ച് കയറ്റി വെക്കുന്നവർ ലെഗ് അടിച്ചിട്ട് തന്നെ ചെയ്യുക. എന്തായാലും അഴിച്ച് ചെയ്യുകയാണ്, അപ്പോൾ അതൊന്ന് ചെയ്യുക, ശ്രദ്ധിക്കുക. നോക്കണം